അധ്യായത്തിൻ്റെ 1 തുടങ്ങി 4 വരെ വാക്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 4-5 ആഴ്ചകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. അതിനകത്ത് നമ്മൾ 1-ാം വാക്യത്തിൻ്റെ തന്നെ ആദ്യ ഘടകം എന്താണെന്ന് ചിന്തിച്ചു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് പൗലോസ് പറയുന്നത്? സ്തോത്രം. ക്രിസ്തുവേശുവിലുള്ളവർ ആരാണ്? എങ്ങനെയാണ് ക്രിസ്തുവേശുവിലായിത്തീരുന്നത്? എങ്ങനെയാണ് ക്രിസ്തുവേശുവിൽ വസിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. സ്തോത്രം. എന്താണ് ന്യായവിധി, എന്താണ് ശിക്ഷാവിധി എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചു. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കാണാപ്പാടം പഠിക്കുകയും ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അടുത്ത് നമ്മൾ ചിന്തിച്ചത് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എന്താണ്? പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം എന്താണ്? ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിക്കാത്ത ഏതൊരു മനുഷ്യനും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിലാണെന്ന് യാതൊരു തർക്കമില്ല. അവരുടെ മനസ്സാക്ഷി തന്നെ പറയും. ദൈവമില്ലെന്ന് വാദിക്കുന്ന നിരീശ്വരവാദിയുടെ മനസ്സാക്ഷി പോലും പറയും നിന്നെ വിധിക്കുന്ന ഒരുവനുണ്ടെന്ന്. കാരണം അവന് വരുന്ന എല്ലാ തോട്ടുകളും അവൻ ചെയ്യുന്നില്ല. നിരീശ്വരവാദി, ഏറ്റവും ടോപ്പ് നിരീശ്വരവാദി എടുത്തോ, അവന് വരുന്ന എല്ലാ ചിന്തകളും അവൻ ചെയ്യുന്നില്ല. ചില ചിന്തകൾ അവൻ ചെയ്യുന്നു, ചിലത് ചെയ്യുന്നില്ല. അപ്പോൾ അവൻ്റെ മനസ്സാക്ഷി തന്നെ വിധിക്കുന്നുണ്ട്. ചിലത് ചെയ്യാം, ചിലത് ചെയ്യാൻ പാടില്ല. ആ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് ചെയ്യുന്നതും ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യാതിരിക്കുന്നതിനെ മോണിറ്റർ ചെയ്യുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേരാണ് ദൈവം. അവൻ ആ ചിന്തയ്ക്കും ആ മോണിറ്റർ ചെയ്യുന്നതിനനുസരിച്ച് ശിക്ഷ വിധിക്കുന്നവനാണ്. അവനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. ഞാൻ വീണ്ടും പറയാം. സ്തോത്രം. ഒരു നല്ല കഠിന നിരീശ്വരവാദി അവൻ്റെ ചിന്താമണ്ഡലത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അവൻ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നില്ല. ചിലത് ചെയ്യുന്നു, ചിലത് ചെയ്യുന്നില്ല. അപ്പം ചെയ്യണമെന്ന് അവൻ്റെ മനസ്സാക്ഷി അവന് ആഹ്വാനം കൊടുത്തിട്ട് അവൻ ചെയ്യാതിരുന്നാൽ അതവന് ശിക്ഷയാണ്. ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്താൽ അതവന് ശിക്ഷ. ഇതിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്. അവനെ വിളിക്കുന്ന പേരാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യരിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. മൃഗങ്ങൾക്ക് ഈ ഒരു ഗുണമില്ല. കാരണം അവർക്ക് മനസ്സാക്ഷിയില്ല, അവർക്ക് ആത്മാവില്ല, അവരിൽ പ്രാണൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്രിസ്തുവിൽ രക്ഷ പ്രാപിക്കാത്ത ഏതൊരു മനുഷ്യനിലും പ്രവർത്തിക്കുന്നത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമാണ്. അതിൻ്റെ പാപത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ ചിലപ്പോൾ നിരീശ്വരവാദിയായിരിക്കാം, ചിലപ്പോൾ പുരോഹിതന്മാരായിരിക്കാം, ചിലപ്പോൾ ഓരോ ഡിനോമിനേഷൻ ലവ് ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ സെൻട്രൽ പാസ്റ്റർമാരായിരിക്കാം, ചിലപ്പോൾ പാസ്റ്റർമാർ തന്നെയായിരിക്കാം. എവിടെയെങ്കിലും തൻ്റെ ഉള്ള പാപത്തിൻ്റെ പ്രമാണത്തനുസരിക്കുന്നുണ്ടെങ്കിൽ അവൻ മരണത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവന് വേണ്ടി പ്രായശ്ചിത്തമായിട്ടുന്ന ക്രിസ്തുവിനെ അവൻ്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവൻ്റെ പാപത്തെ ഒന്ന് വെളിപ്പെടുത്തുന്നത്. നീ പ്രവർത്തിക്കുന്നത് നീ സ്വയമല്ല, നിന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, അതിൻ്റെ പേരാണ് പാപം. അത് തന്നെ എത്തിക്കാൻ പോകുന്നത് നരകത്തിലേക്കാണ്. ഒരു നാൾ പാപം തന്നെ എത്തിപ്പിടിക്കും. ഇതിനെ ശരിക്കും എക്സ്പോസ് ചെയ്താൽ ഒരുത്തരും എതിർത്ത് നൽകുന്നില്ല. ഞങ്ങളെ പോലുള്ള ഈ മനുഷ്യരായിരുന്ന പാസ്റ്റർമാർ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഇതൊക്കെ പറയുമ്പോൾ നിസാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയാം. അവരുടെ സ്റ്റാൻഡേർഡ് കൊണ്ട് ഞങ്ങളെ അളക്കാം. സ്തോത്രം എന്ന് പറയുള്ളൂ, സ്തോത്രം എന്ന് പറയുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്റർഫെയർ ചെയ്താൽ അവൻ്റെ സ്റ്റാൻഡേർഡിന് കൂടെ, പരിശുദ്ധാത്മാവിൻ്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ത്രിത്വത്തിൻ്റെ സ്റ്റാൻഡേർഡ്, ഡിവൈൻ സ്റ്റാൻഡേർഡിന് തൻ്റെ സ്റ്റാൻഡേർഡ് കൊണ്ട് അളക്കുവാന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ. ആർക്കും എതിർത്തുകൂടാൻ പറ്റാത്ത ശക്തിയും പരാക്രമമുള്ളവനാണ് ദൈവം. സ്തോത്രം. അതിനേക്കാളൊക്കെ നല്ലത് ദൈവം നിയോഗിച്ചയക്കുന്ന ദൈവദാസന്മാരുടെ മുമ്പിൽ, ദൈവദാസന്മാർക്കല്ല കീഴ്പ്പെടേണ്ടത്, അതിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ കീഴ്പ്പെടുന്നത് നല്ലത്. പാപത്തിൻ്റെ പ്രമാണം എന്താ, മരണത്തിൻ്റെ പ്രമാണം എന്താണെന്ന് ശരിക്കും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കുന്നത് പ്രത്യേക പ്രവാചനമൊന്നും വേണ്ട, ആരുടെയും തലയിൽ കൈവച്ച് പറയണ്ട. ഓരോ മനുഷ്യനും അവൻ്റെ മനസ്സാക്ഷി വളരെ വ്യക്തമാക്കി കൊടുക്കും. കാരണം അതിന് ബേസ് ചെയ്താണ് ജഡ്ജ്മെന്റ് നടക്കുന്നത്. എനിക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് എന്നോട് ദൈവം ജഡ്ജ് ചെയ്താൽ ദൈവം കുറ്റക്കാരനായി തീരുകയല്ലോ. ഞാൻ ചെയ്ത പാപത്തിനല്ലയോ എന്നെ ശിക്ഷിക്കേണ്ടത്? എൻ്റെ പിതാക്കന്മാർ ചെയ്ത പാപത്തിനല്ല, ഞാൻ ചെയ്ത പാപത്തിനാണ് എന്നെ ശിക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ ദൈവം അനീതിയുള്ളവരായി തീരും. സ്തോത്രം. അത് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ വേറെ കാര്യം ചിന്തിച്ചു, ക്രിസ്തുവേശുള്ള സ്വാതന്ത്ര്യം എന്താണെന്ന്. സ്തോത്രം. അപ്പൊ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ വീണ്ടും മരണത്തിന് ഹേതുവാക്കി തീരുന്ന പ്രവൃത്തിയിലേക്ക് പോകരുതെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു.
ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് സ്തോത്രം അതിന്റെ 3-ാം വാക്യമാണ്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം കൂടി ഞാൻ ചേർത്ത് വായിക്കുകയാണ്. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 5-ന്റെ വേഴ്സ് 21 കൂടെ ഒന്ന് ചേർത്ത് വായിക്കുന്നു. ഇംഗ്ലീഷിൽ വായിക്കുന്നവര് ഈ 2 വാക്യം കൂടി ഒന്ന് എടുത്തു വെച്ചോളൂ. റോമൻസ് ചാപ്റ്റർ 8-ന്റെ വേഴ്സ് 3-ഉം 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 5-ന്റെ വേഴ്സ് 21. ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. പാപം അറിയാത്തവനെ നാം അവനെ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. സ്തോത്രം. ഇംഗ്ലീഷിലൊന്ന് വായിച്ചോളൂ. God did by sending his own son in the likeness of sinful flesh on account of sin. He condemned sin in the flesh that the righteous requirement of the law might be fulfilled in us who do not walk according to the flesh but according to the Spirit. 2 Corinthians chapter 5 verse 21. For he made him who knows sin to be sin for us, that we might become the righteousness of God in him. സ്തോത്രം. നമുക്ക് ഒരു വാക്കോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഏറിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കഴിഞ്ഞ നാളുകളൊക്കെയും കർത്താവ് തിരുവഴുത്തിൽ കൂടി ഞങ്ങൾ നീ ശുദ്ധീകരിച്ചു. തിരുവഴുത്തിൽ കൂടി ഞങ്ങളോട് കർത്താവ് നീ സംസാരിക്കുന്നു. നീ ഞങ്ങൾക്ക് രക്ഷയെന്നും ഞങ്ങളുടെ നീതീകരണമെന്നും ഞങ്ങളുടെ വീണ്ടെടുപ്പെന്ന് കർത്താവ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. ഞങ്ങളോട് നിന്റെ കൃപയെ നീ വെളിപ്പെടുത്തുന്നില്ല കർത്താവ്. കർത്താവ് തിരുവഴുത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചാട്ട് പരിശുദ്ധാത്മാവ് ദൈവം ഞങ്ങളുടെ ബലഹീനതകൾ വെളിപ്പെടുത്തുമ്പോൾ അത് ഉപേക്ഷിക്കുവാനുള്ള കൃപയും കൂടെ നൽകിയാട്ടെ. പുത്രനെ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളിലും അപ്പനൊരു ദർശനത്തെ വെളിപ്പെടുത്തുക കൃപ തോന്നിയാട്ടെ. തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. റോമൻസ് ചാപ്റ്റർ 8-ന്റെ വേഴ്സ് 23 ഞാൻ ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്നും കൂടെ ഒന്ന് വായിക്കുകയാണ്. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 23. For God has done what the law could not do, being weakened by the flesh. ഫ്ലഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് entire human nature of man without the Holy Spirit, sending his own son in the ways of sinful flesh and as an offering for sin. Hallelujah. ഞാൻ ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് വായിക്കാൻ കാരണം ഒത്തിരി പേർക്ക് സംശയമുള്ളതും വളരെയധികം പേര് ഈ രക്ഷയുടെ മാർഗത്തിൽ ഇടറിപ്പോയിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ജഡം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലഷ് എന്ന് പറയുന്നത് എന്താണെന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് ഉറക്കം വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ചിന്താഗതികൾ ഡൈവേർട്ടായി പോകാൻ സാധ്യതയുണ്ട്. ഓൺലൈനിൽ കേൾക്കുമ്പോഴാണെങ്കിൽ തന്നെ പ്രാർത്ഥനയോട് ശരിക്കും മനസ്സിലാക്കണം. അനേകർക്ക് ഈ ഒരു സബ്ജക്റ്റ് മനസ്സിലാകാത്തത് കൊണ്ട് പല പല പ്രവൃത്തികളിൽ കൂടെയും ദൈവത്തെ നീതീകരിക്കാൻ അല്ലെങ്കിൽ രക്ഷയുടെ മാർഗത്തിൽ നടക്കാൻ ശ്രമിച്ച് വീണ് പോയിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് പലരെ അറിയാം. എന്താണ് ഈ ജഡം? ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലഷ് എന്ന വാക്ക് അവിടെ പറഞ്ഞിരിക്കുന്നതാണ് ജഡത്താലുള്ള ബലഹീനത നിമിത്തം. പലരും വചനം പഠിച്ചപ്പോൾ തന്നെ ഞാൻ പലരും കറക്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു. ജഡത്തിലുള്ള ബലഹീനത എന്നല്ല, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിന് സാധിപ്പാൻ. അപ്പോൾ എന്താണ് ഈ ജഡമെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആംപ്ലിഫൈഡ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ദ ഹ്യൂമൻ നേച്ചർ അല്ലെങ്കിൽ ദ എൻറ്റയർ ഹ്യൂമൻ നേച്ചർ വിത്തൗട്ട് ഹോളി സ്പിരിറ്റ്. അപ്പൊ ഒരു വ്യക്തിയിൽ ഹോളി സ്പിരിറ്റ് ഇല്ലാത്ത സമയത്ത് അവരെന്തെല്ലാം പ്രവൃത്തിയിലേക്ക്, ഇത് പറയുമ്പോൾ ആരും ചിന്തിക്കരുത് എനിക്ക് ഹോളി സ്പിരിറ്റ് ഇല്ലയോ എന്ന്. അന്യഭാഷയല്ല ഹോളി സ്പിരിറ്റ് ഉള്ളതിന് അടയാളം. സ്തോത്രം. രക്ഷയുടെ മാർഗത്തിൽ നടക്കുന്നത് അന്യഭാഷ ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾ വചനം വായിച്ച് രക്ഷ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയ താല്പര്യത്തോടു കൂടെയാണോ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത്? നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് ഹോളി സ്പിരിറ്റ് തന്നെയാണ്. സ്തോത്രം.
നിങ്ങൾ പാപബോധം ഉളവാക്കി രക്ഷയുടെ മാർഗത്തിലേക്ക് നടത്തിയത് കൈപ്പിടിച്ചതും നിങ്ങൾ അന്യഭാഷ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും ഹോളി സ്പിരിറ്റ് തന്നെയാണ് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് പാപത്തെ വെളിപ്പെടുത്തി തന്നു അത് നിങ്ങൾ ഉപേക്ഷിച്ചത്. അത് തന്നെ അപ്പം നിങ്ങൾ അന്യഭാഷ പറഞ്ഞോ? യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു അന്യഭാഷ പറഞ്ഞിട്ടാണോ സ്വീകരിച്ചത്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയുന്നത് ആർക്കും സാധ്യമല്ല. ആ പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രവർത്തിച്ചിട്ടാണ് പാപത്തെ ത്യജിപ്പാൻ നിങ്ങൾക്ക് പ്രേരണ കിട്ടിയത്. ഇതിൽ ശരിക്കും മനസ്സിലാക്കുക. ഈ തീപ്പൊരി പ്രസംഗകര് അന്യഭാഷ പറഞ്ഞ് ആത്മാവിനെ പ്രസംഗിക്കുന്നവർ, ക്രിസ്തുവിനെ അല്ല പ്രസംഗിക്കുന്നത്. വളരെ സത്യം മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയ്ക്ക് ഹിൻഡ്രൻസ് ഉണ്ടാക്കുന്ന പ്രസംഗങ്ങളാണ് അതൊക്കെ. സ്തോത്രം. പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവിന് സ്വീകരിപ്പാൻ ആർക്കും സാധ്യമല്ല. കാരണം എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവിനെ നമ്മൾ പഠിച്ച പദം എന്തായിരുന്നു? തിന്മ പ്രവർത്തിക്കുന്ന ഏവനും വെളിച്ചത്തെ പായിക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ അവന്റെ പ്രവൃത്തി, അതിനുള്ളിലുള്ള പാപത്തിന്റെ പ്രവൃത്തിക്ക് എക്സ്പോസ് ആവാതിരിക്കാൻ വേണ്ടി വെളിച്ചത്തേക്ക് വരുന്നില്ല. പക്ഷെ വെളിച്ചം വരുമ്പോഴാണ് ആ തിന്മ വെളിപ്പെടുന്നത്. അപ്പൊ നമ്മളത് വെളിപ്പെട്ട് കിട്ടിയത് കൊണ്ടാണ് പാപത്തെ ഉപേക്ഷിച്ചത്. നമ്മളായിരുന്ന ഡിനോമിനേഷനുകൾ, നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ മോറൽ സീൻസിനെ, ദൈവത്തോടുള്ള ശത്രുത്വത്തെ മാറ്റിക്കൊണ്ട് ക്രിസ്തു മാതിരി ദൈവത്തോട് നിരപ്പാൻ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ്, രണ്ട് കൈ രണ്ട് സന്തോഷത്തോടു കൂടി പിറുപിറുത്തിട്ടല്ല വന്നത്. ഹല്ലേലൂയ. അതാരെ പ്രവർത്തിച്ചത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പൊ അന്യഭാഷ പറഞ്ഞോ? അന്യഭാഷ ഒന്നും പറഞ്ഞില്ല. സ്തോത്രം. സ്നാനപ്പെട്ടപ്പോൾ അന്യഭാഷ പറഞ്ഞിട്ടാണ് സ്നാനപ്പെട്ടത്. ഇത് പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ എന്തുകൊണ്ടാണ് അന്യഭാഷ പറഞ്ഞവരെ സ്നാനപ്പെടുത്തുള്ളൂ എന്ന് പറയാത്തത്? അന്യഭാഷയല്ല പരിശുദ്ധാത്മാവുള്ളതിന്റെ അടയാളം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ജഡം എന്ന് പറയുന്നതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. സ്തോത്രം. The entire human nature without the Holy Spirit. ഇത് ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ ഈ ജഡം എന്ന വാക്ക് തന്നെ പലയിടത്തും പല മീനിങ്ങിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും മനസ്സിലാക്കി എടുക്കാം. ഒന്ന്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ജഡത്താലുള്ള ബലഹീനത നിമിത്തം, അല്ലെങ്കിൽ റോമാലേഖനം 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും പലയിടത്തുമായിട്ട് ജഡം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഹ്യൂമൻ ഫിസിക്കൽ ബോഡി അല്ല, സ്പിരിച്വൽ ബീയിങ് ആണ്. എന്നാൽ ജഡം എന്ന് പലയിടത്തും ശരീരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെ റോമാലേഖനം 1-ാം അധ്യായത്തിന് 5-ാം വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും, അവിടെ ജഡം എന്ന് പറഞ്ഞാൽ എന്താ? ജീനിയോളജി സംബന്ധിച്ച്, അല്ലെങ്കിൽ ശാരീരികത സംബന്ധിച്ചുകൊണ്ട് ദാവീദിന്റെ ജീനിയോളജി നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. മറ്റൊരിടത്ത് പോള് പറയുന്ന എല്ലാവരും വാക്യം എടുത്തോളൂ. 1 Corinthians chapter 9 1 Corinthians chapter 9 verse 37 ആണെന്ന് എൻ്റെ ഓർമ്മ. Verse 27. സ്തോത്രം. മറ്റുള്ളവരുടെ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കത്രേ ചെയ്യുന്നത്. അവിടെ ശരീരം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്താ? പോലെ എന്താ വടിയെടുത്ത് തൻ്റെ ശരീരത്തിൽ ചാട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് ശരീരത്തെ അടിച്ചടിച്ചത് ദണ്ഡിപ്പിക്കുകയാണ് ചെയ്തത്. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഫ്ലഷ്, സ്പിരിച്വൽ ബീയിങ് ആണ്. അതായത് പരിശുദ്ധ ആത്മാവിൽ അല്ലാതെ സാധാരണ മനുഷ്യന്റെ എൻ്റയർ നേച്ചർ എന്ന് പറയുന്നതാണ് ദ ഫ്ലഷ്. അതിന്റെ മാനിഫെസ്റ്റേഷൻസ് പലതുമായിരിക്കും. ശരിക്കും മനസ്സിലാക്കുക. ഇത് ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ട് പലരും പല പ്രസംഗങ്ങളും കേട്ടുകൊണ്ട് മറ്റുള്ള പലരെയും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത് അവർക്ക് ഒരിക്കലും സാധ്യമല്ല. മറ്റൊരുത്തിനെയോ എന്നെയോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഓരോരുത്തരെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നത്. സ്തോത്രം.
അപ്പോൾ ജഡം എന്ന് പറഞ്ഞാണ്, വീണ്ടും ഞാൻ പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ലാത്ത അവസ്ഥയിലുള്ള മനുഷ്യന്റെ നേച്ചർ സ്വാഭാവികത, അതിനെ പറയുന്നതാണ് ജഡം. അതിൽ ചിലർ അമിതമായി ആഹാരം കഴിക്കുന്നവരുണ്ട്, ചിലർ മദ്യപാനികളുണ്ട്, ചിലർ വിഗ്രഹാദികളുണ്ട്, ചിലർ സെക്സ് ലൈഫിൽ വീണ് പോയിട്ടുള്ളവരുണ്ട്, വേശ്യാപ്രവൃത്തി ചെയ്തവരുണ്ട്. അപ്പോൾ അവന്റെ ആ ഫ്ലഷിനെ താല്പര്യപ്പെടുത്തും തക്കവണ്ണം മനോവികാരങ്ങൾക്ക്, ജഡാഭിലാഷങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിച്ച് നടക്കാനേ അവന് സാധിക്കുകയുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്റർഫിയർ ചെയ്യാത്തോടത്തോളം അവന്റെ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നതിനെയാണ് ഈ ഫ്ലഷ് എന്ന് പറയുന്നത്. ഇനി അതിനെ അടക്കാൻ ഹ്യൂമൻ നേച്ചർ കൊണ്ടോ ഹ്യൂമൻ പവർ കൊണ്ടോ സാധ്യമല്ല. നേച്ചർ എന്ന വാക്കിനർത്ഥം അതിന്റെ DNA. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അതിന്റെ DNA അതാണ്. ഈ DNA മാറ്റം വരാതെ ഇതിനെ കൊണ്ട് വെള്ളത്തിൽ മുക്കി പെന്തിക്കോസിൽ ചേർത്ത് അനേക കാര്യങ്ങൾ 90-99% വന്നതുകൊണ്ടാണ് ഈ പെന്തിക്കോസ് കലങ്ങി കിടക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, നാച്ചുറൽ ഗ്രാഫ്റ്റിങ്ങും റോമാലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാട്ടുമരത്തിന്റെ കൊമ്പിനെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് മുറിച്ചെടുത്ത് കൊടുന്ന് നല്ല ഒലിവ് നട്ടു. എന്തുകൊണ്ടാ? അതിനിടയ്ക്ക് സംഭവിച്ചെന്താ? മുറിച്ചെടുത്ത് അത് വീട്ടിൽ ചെന്ന് പ്രാപിക്കും, മുറിച്ചെടുത്ത് അതിന് സ്നാനപ്പെടുത്തി അതിന് DNA ചേഞ്ചായി. മുന്നേ കാട്ടുമരത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തോത്രം, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ അനുസരിച്ച് നടന്നവർ, അല്ലെങ്കിൽ ജഡത്തെ അനുസരിച്ച് നടന്നവർ. അതിൽ നിന്ന് മുറിച്ചെടുത്ത് സ്തോത്രം അവിടെ എന്ത് വേണം? ക്രിസ്തു DNA മാറണം, ആത്മാവിന്റെ അഭിലാഷം നടക്കണം. ജീവന്റെ ആത്മാവിനെ പ്രമാണിച്ച് നടക്കുന്നവരാകുമ്പോൾ അവരെ കൊണ്ട് സ്നാനപ്പെടുത്തി അവനെയാണ് ക്രിസ്തുവിനോട് ചേർക്കുന്നത്. ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ ഒരു പാസ്റ്റർമാർക്ക് അധികാരമില്ല, ഒരു പോപ്പിന് അധികാരമില്ല, ഒരു തിരുമേനിമാർക്ക് അധികാരമില്ല. പരിശുദ്ധാത്മാവിന് മാത്രമേ ഈ ഒരു അധികാരമുള്ളൂ. അവന് മാത്രമേ ഓരോ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തരേന്ദ്രിയങ്ങളെ അറിയുകയുള്ളൂ, ഇവന്റെ DNA ചേഞ്ച് ആയിട്ടുണ്ടോ ഇല്ലയോ. ഇങ്ങനെ ഈ അധികാരം പരിശുദ്ധാത്മാവിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഡിനോമിനേഷൻസോ പാസ്റ്റർമാരോ തിരുമേനിമാരോ പോപ്പുമാരോ കയ്യിലെടുത്തത് കൊണ്ടാണ് ഇന്ന് ക്രിസ്ത്യൻഡത്തിനകത്ത് ഈ പാപത്തിന്റെയും മരണത്തിന്റെയും ദാസ്യത്തിൽ കിടക്കുന്നവർ നുഴഞ്ഞു കയറിക്കൊണ്ട് ആകെ കോലാഹലമായി കിടക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഇല്ലായിരുന്നു. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. പാസ്റ്റർമാരല്ല, തിരുമേനിമാരല്ല, പീറ്ററോ യോഹന്നാനല്ല ചേർത്തത്. ഈ ഒരു ഡ്യൂട്ടി പരിശുദ്ധാത്മാവിനുള്ളതാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ജഡത്താലുള്ള ബലഹീനത എന്ന് പറഞ്ഞതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അനേകർക്ക് ഈ ഒരു കാര്യം അറിയാത്തതുകൊണ്ട് പലരും ഫിസിക്കലായിട്ട് ഇതിനൊന്ന് നിയന്ത്രിക്കാൻ നോക്കുക. ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ 24-ാം വാക്യം വായിക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 24 ഞാൻ വായിക്കുന്നു. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു. വേഴ്സ് 16-7 കൂടെ ഒന്ന് വായിക്കാം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ലെന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അപ്പോൾ ജഡാഭിലാഷം എന്ന് പറയുന്നതും ഇപ്പോൾ നാം എക്സ്പ്ലെയിൻ ചെയ്ത ജഡം അല്ലെങ്കിൽ എൻ്റെ ഹ്യൂമൻ നേച്ചർ വിത്തൗട്ട് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നതും ഹോളി സ്പിരിറ്റും തമ്മിൽ ഓൾവേസ് ഓപ്പോസിറ്റ് ആണ്. ഇതിന് രണ്ടിന്റെയും അഭിലാഷം ഡിസയർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്. ഫ്ലഷിന്റെ ഡിസയർ എന്ന് പറയുന്നത് പാപത്തിന്റെയും മരണത്തിന്റെയും ഡിസയർ ആണ്. ആത്മാവിന്റെ അഭിലാഷം അല്ലെങ്കിൽ ഡിസയർ എന്ന് പറയുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഇത് രണ്ടും എപ്പോഴും ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് നാം ഇച്ഛിക്കുന്നത് ചെയ്യാതെ വേണം പ്രതികൂലമാണ്. സ്തോത്രം. അപ്പോൾ പരിശുദ്ധ ആത്മാവിനല്ലാതെ ഒരുവന് ക്രിസ്തുവിലേക്ക് വരുവാന് ക്രിസ്തുവിനെ മുഖാന്തരമല്ലാതെ ഈ ഫ്ലഷ് എന്ന നേച്ചറിനെ നമ്മുടെ DNA ഓവർകം ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആ വാക്യം 3-ാം വാക്യം റോമാലേഖനം 8-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ജഡത്താലുള്ള ബലഹീനത നിമിത്തം എന്ന് പറഞ്ഞാൽ എന്താ?
ഇവന്റെ സ്വഭാവം പാപത്തിന്റെയും മരണത്തിന്റെയും സ്വഭാവമാണ്. ഏത് തോട്ടത്തിൽ 3-ാം അധ്യായം തുടങ്ങി ഇവന്റെ സ്വഭാവം, ഇവന്റെ നേച്ചർ എന്ന് പറയുന്നത്, ഇവന്റെ DNA എന്ന് പറയുന്നത് പാപത്തിന്റെയും മരണത്തിന്റെയുമാണ്. സ്തോത്രം. ഇതിനെ ന്യായപ്രമാണം കൊണ്ട് തോൽപ്പിക്കാൻ സാധിച്ചില്ല. കാരണം എന്താ? ലോ കൊടുക്കുമ്പോൾ, അതുവരെ ലോ ഇല്ലാത്തപ്പോൾ സൈലന്റ് ആയിരുന്നു, പ്രതികൂലമില്ലല്ലോ. ലോ കൊടുത്തപ്പോൾ ഈ ലോയെ പിടിച്ചുകൊണ്ട് ലോയെ ലംഘിപ്പിച്ച്, കാരണം ഇവന്റെ സ്വഭാവം, ഇവന്റെ നേച്ചർ എന്താ? ദൈവത്തോട് ശത്രുത്വമുള്ളതാ, ദൈവത്തിന് കീഴ്പ്പെടാത്തതുമാണ്. ഈ നമ്മുടെ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിന് കീഴ്പ്പെടാത്തതുമാണ്. അപ്പോൾ ആരെങ്കിലും ദൈവികമായ ഒരു കാര്യം പറയുമ്പോൾ അവരെ എതിർത്ത് ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്തതിന്റെ അതിന്റെ അർത്ഥം, നിങ്ങൾ സാധാരണ മനുഷ്യരോട് സംസാരിച്ചു നോക്ക്. ആത്മീയരായി നിങ്ങൾ സാധാരണ മനുഷ്യരോട് ആത്മീയമൊന്നും സംസാരിക്കില്ല. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു നോക്ക്. എന്തെങ്കിലും ഒരു ഉടക്ക്, അവർക്ക് ആദായമില്ലാത്ത കാര്യമാണെങ്കിൽ എന്തെങ്കിലും ഒരു ഉടക്ക് സംസാരിക്കും. തീർച്ചയായും അങ്ങനെ സംസാരിക്കാനേ പറ്റുള്ളൂ. കാരണം നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ആത്മാവും അവരിൽ പ്രവർത്തിക്കുന്ന ജഡവും രണ്ട് ഡിഫറൻറ്റാ, ഓപ്പോസിറ്റാ, തമ്മിൽ പ്രതികൂലം. ഇത് നമ്മളിൽ നടക്കും വ്യക്തിപരമായിട്ട്. വചനം വായിക്കാൻ താല്പര്യം തോന്നുമ്പോൾ നിങ്ങൾ അടുത്ത് ഉടനെ നിങ്ങളുടെ ചിന്ത വേറെ ചിന്ത വരും. ഇതിനെ പറയുന്നത് തമ്മിൽ പ്രതികൂലം വരുന്നത്. അപ്പോൾ ജഡത്താലുള്ള ബലഹീനത എന്ന് പറഞ്ഞാൽ എന്താ? ജഡത്തിന്റെ സ്വഭാവം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമാണ്. ഇതിന്റെ മുമ്പിൽ ലോ കൊണ്ടുവന്നപ്പോൾ, ഡിവൈൻ ലോ കൊണ്ടുവന്നപ്പോൾ ഇത് പത്തുയർത്തി. അതപ്പോൾ പറയുന്നത്, മോഹിക്കരുന്നത് ഒരു പ്രമാണം തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് പാപമല്ലായിരുന്നു. അത് കൊല ചെയ്യരുത് പ്രമാണം തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് പാപമല്ലായിരുന്നു. ഞാൻ കൊല ചെയ്താലും പാപമല്ല. വ്യഭിചരിക്കരുതെന്നൊരു പ്രമാണം തന്നില്ലായിരുന്നു, ഞാൻ വ്യഭിചരിച്ചാലും പാപമല്ല. അപ്പൊ മോഹിക്കരുതെന്നൊരു കൽപ്പന വന്നപ്പോൾ എന്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം പറ്റിനോക്കി എന്നെ കൊണ്ട് സകലവിധ മോഹം ജനിപ്പിച്ചു. മരണം. അപ്പൊ ദൈവം അകത്ത് മറഞ്ഞിരുന്നതായ ഈ ഏദത്തോട്ടത്തിന്റെ സമ്പാദ്യത്തെ ഒന്ന് എക്സ്പോസ് ചെയ്യുവാനായിരുന്നു ഡിവൈൻ ലോ അല്ലെങ്കിൽ ന്യായ പ്രമാണത്തെ മനുഷ്യരുടെ ഒന്ന് കൊണ്ടുവന്നത്. അബ്രാഹാമിനെ വിളിച്ച് വേർതിരിച്ച് ഇസ്രായേൽ എന്ന ഗോത്രത്തെ അബേസ്തോത്രം പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇന്നും അവർ കഷ്ടം സഹിക്കുക. ഈ മാനവജാതിയുടെ ഉള്ളിൽ മറഞ്ഞെടുക്കുന്ന ഈ സാധനത്തെ ഒന്ന് പുറത്താക്കാൻ വേണ്ടി, ഒന്ന് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ന്യായപ്രമാണം കുറച്ചൊന്ന് കൊടുത്തു. ഉടനെ തലപൊക്കി. നല്ലതും ഒരു മനുഷ്യനും ജീവിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം സാന്മാർഗികമായതും ആരാധനപരമായതും ഉപദേശപരമായതും നല്ല പ്രമാണങ്ങളെയാണ് ദൈവം കൊടുത്തത്. പക്ഷെ അകത്തിരിക്കുന്നവൻ എന്താ? ദൈവത്തോട് ശത്രുത്വമുള്ളവനാ, ദൈവത്തിന് കീഴ്പ്പെടാത്തവനാ. അപ്പൊ ഇവനെന്ന് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് ന്യായ പ്രമാണം കൊടുത്തത്. നമ്മൾ ഏഴാം അധ്യായത്തിന്റെ റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞതാണ്, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു വരുന്നത്, ജഡം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലല്ലാത്ത നമ്മുടെ ഹ്യൂമൻ നേച്ചറാണ്. ഇതിനെ വേറൊന്നുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇതിന്റെ മാനിഫെസ്റ്റേഷൻ പല രീതിയിൽ 1000-കണക്കിന് മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. ഇതിനെ നിയന്ത്രിക്കണമെങ്കിൽ ഒന്നിനെ പറ്റുള്ളൂ, ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളിൽ വരണം. ഇവിടെയാണ് ക്രിസ്തുവിന്റെ ഡീപ് നെസസിറ്റി. അപ്പൊ ന്യായപ്രമാണം കൊടുത്തു കഴിയുമ്പോൾ എന്തായിരുന്നു? ഇത് എക്സ്പോസ് ചെയ്ത് അവനെ വീണ്ടും മരണത്തിന് അടിമയാക്കി തീർക്കായിരുന്നു. ഏത് തോട്ടത്തിൽ വെച്ച് എന്താ ചെയ്തത്? നന്മത്തന്മയുടെ തിരിച്ചുള്ള ആഗ്രഹം കടന്നു വന്നു. ദൈവത്തെ കൂടാതെ വാഴുവാനുള്ള ആഗ്രഹം കടന്നു വന്നു. ഇവന്റെ മറ്റൊരു സ്വഭാവമാണ് ദൈവത്തെ കൂടാതെ വാഴണം. ഇന്നും വിശ്വാസികളുണ്ട്, എന്നിലുണ്ടോ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തെ അനുസരിച്ചില്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് അകന്ന് ക്രിസ്തുവിനെ കൂടാതെ വാഴണം എന്നുള്ളതാണ് നമ്മുടെ ഹ്യൂമൻ നേച്ചർ. സ്തോത്രം. കർത്താ പറഞ്ഞു, കൊമ്പിന് മുന്തിരിവള്ളി വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ സാധ്യമല്ല. ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെന്നിട്ട് വേറൊരുവനാകേണ്ടതിന്. അപ്പൊ മരിച്ചിട്ട് ഉയർത്തെന്നിട്ട് വേറൊരുവന്റെ ഉള്ളിൽ വരാത്തോടത്തോളം ദൈവത്തിന് ഫലം കായ്ക്കാൻ സാധ്യമല്ല. കാരണം എന്താ? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമാണ് ഈ ഫ്ലഷ് എന്ന് പറയുന്നത്. അപ്പൊ ചിന്തിച്ചു നോക്ക്, ഈ വിശ്വാസികളുടെ ഗോളത്തിൽ, പെന്തിക്കോസ്തുകാരെന്ന് ക്ലെയിം ചെയ്യുന്നവരുടെ ഗോളത്തിൽ തന്നെ എത്ര പേര് നിത്യതയിൽ ക്രിസ്തുവിന്റെ കൂടെ വാഴും? ഇപ്പോൾ വാഴാത്തവർ അവിടെ വാഴാൻ പോകുന്നില്ല.
അപ്പൊ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയില്ല. കാരണം എന്താ? ഇവൻ പത്തിപോക്കുകയുള്ളൂ. എന്നിട്ടാണ് അടുത്ത വാക്യത്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. എന്തിനാ ഇത് ചെയ്യേണ്ട കാര്യം വന്ന്? ഇത് മനസ്സിലാക്കിയാണ് ഈ ശബ്ദം കേൾക്കുന്നവർ ശരിക്കും നിങ്ങൾ വിശ്വാസത്തിൽ പിന്തുടരും. അല്ലാത്തത് സാധ്യമല്ല. ഇത്ര മനസ്സിലായോ? ജഡമെന്ന് പറയുന്നത് എന്താണോ? അവർ ഹ്യൂമൻ നേച്ചർ, എന്റെ ഹ്യൂമൻ നേച്ചർ വിത്തൗട്ട് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കൂടാതുള്ള നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ വിളിക്കുന്ന പേരാണ് സ്തോത്രം, ജഡം. ഇത് മനസ്സിലാക്കത്തുണ്ട്. ചിലർ ആഹാരം കഴിക്കില്ല. പല വിശുദ്ധന്മാര് പറഞ്ഞ പോലെ ആത്മാവിനോട് ചോദിച്ചുകൊണ്ട് ആഹാരം കഴിക്കോ? എടാ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്ത ചോദിച്ചാൽ പറഞ്ഞത് ഏതാത്മാവാ? നിന്നിൽ വസിക്കുന്ന പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമാണ് നിന്നോട് പറഞ്ഞു തരുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് പറയുന്നത് ഒത്തിരിയേ പേരുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞു. എടാ, കത്തോലിക്കൽ കൊന്ത ചൊല്ലിയോട് നടക്കുന്നത് കർത്താവ് എന്നോട് പറഞ്ഞു. നിനക്ക് ഏത് കർത്താവ് നിന്നോട് പറയും? നിന്നിൽ വസിക്കുന്നത് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമാണ്. അതാ നിന്നോട് പറയുന്നത്. നിന്നുള്ള കുപ്പ കിടത്ത് കളയാത്തോടത്തല്ലോ, നിന്നുള്ള ജഡത്തെ നീ ക്രൂശിക്കാത്തോണ്ടല്ലോ. എവിടുന്ന പരിശുദ്ധാത്മാവ് വരുന്നത്? പരിശുദ്ധാത്മാവ് വന്ന് നിന്നുള്ള കുപ്പയെ വെളിപ്പെടുത്തുന്നത്. മറിയയ്ക്ക് കൊന്ത ചെല്ലുന്നു, തിരുമേനിമാർ കൊന്ത ചെല്ലുന്നത്, നേർച്ച കഴിക്കുന്നതിന്റെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അത് എക്സ്പോസ് ചെയ്യണം. എന്താ പറഞ്ഞത്? തിന്മ പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തെ പകയ്ക്കുന്നു. വരില്ല, വരാൻ പറ്റില്ല. കാരണം ഉള്ളിലിരിക്കുന്നത് എക്സ്പോസ് ആവും. സുവിശേഷം പറഞ്ഞാൽ സുവിശേഷന്മാരെ കൊന്നുകളയാൻ നോക്കും. കാരണം അകത്തിരിക്കുന്നത് വിഷം നിറഞ്ഞ സാധന. അതിന് എക്സ്പോസ് ചെയ്ത നടക്കണല്ലയോ? ഇന്ന് എക്സ്പോസ് ചെയ്ത് നല്ലത്. അല്ലെങ്കിൽ പാതാളത്തിൽ കിടന്ന് പറയും, അയ്യോ ഇന്റെ സുവിശേഷക്കാർ ഇന്ന് എഴുത്തരോട് പറഞ്ഞത് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കിടക്കേണ്ടി വരില്ലായിരുന്നു. സുവിശേഷം പറയുമ്പോൾ നീയാ കുറ്റക്കാരൻ, ഞാൻ ജനിച്ച താത്തോടെ ഞാൻ നീതിയാ പ്രവർത്തിക്കുന്നേ. നിന്റെ പാരമ്പര്യം എന്താ? എന്റെ പാരമ്പര്യം എന്താ? ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോകുന്നില്ല. സ്തോത്രം. അപ്പോൾ ജഡത്താലുള്ള ബലഹീനത ഇപ്പത്തെ ന്യായപ്രമാണത്തിൽ കൊണ്ട് പറ്റില്ല. ന്യായപ്രമാണം ലോ കൊടുക്കുന്നവരും മരണത്തിന് അടിമേറ്റുന്നു. ഇത് വർഗം വെച്ചു. തോട്ടത്തിലെ മോഹം എന്തായിരുന്നു? ദൈവത്തെ കൂടാതെ വാഴണം. ഇവൻ ലോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, ഒന്ന് എക്സ്പോസ് ചെയ്തു. അപ്പോൾ തലപൊക്കി അകത്തിരിക്കുന്ന പാപം. അങ്ങനെ അടിയറവ് പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. സകല മാനവജാതിക്ക് വേണ്ടി പോള് വിളിച്ചു പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. സ്നാപയോഗനെ വിളിച്ചു പറയാണ്, നിന്നാ സ്നാനം ഏൽക്കേണ്ടത് എനിക്ക് ആവശ്യം. നിന്നെ കൂടാതെ ഞങ്ങൾക്ക് കൽപ്പന അനുസരിച്ച് നടക്കാൻ സാധ്യമല്ല. ഇതാ ഞങ്ങൾ ഏതൊരു തോട്ടത്തിൽ സമ്പാദിച്ചത്. ഇത് മനസ്സിലാക്കിയാലേ വേഴ്സ് 3 റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 3 സെക്കൻഡ് പാർട്ട് മനസ്സിലാകുകയുള്ളൂ. ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. ഇന്ന് അനേക കള്ളപ്രസംഗങ്ങളിൽ നടക്കുന്നത് ദൈവം സ്നേഹമാണോ? കരുണയുടെ കർത്താവ് ദൈവം കരുണാസമ്പന്നനല്ലയോ? മനുഷ്യനെ നരകത്തിലേക്ക് തള്ളുമോ? നരകം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല. സാത്താരാവിന്റെ ദൂതന്മാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് പറയുന്നവൻ തന്നെ ആദ്യം നരകത്തിലേക്ക് കിടന്നാ പറയുന്നത്. ദൈവത്തിന് പാപം ഒരു പ്രായശ്ചിത്തം കൂടാതെ ക്ഷമിക്കുവാൻ സാധ്യമല്ല. വിശ്വാസികൾ അവിശ്വാസികൾ അറിഞ്ഞിരിക്കട്ടെ. ദൈവം പാപം ശരിക്കും മനസ്സിലാക്കണം. ന്യായപ്രമാണത്തിന് അല്ലെങ്കിൽ ഡിവൈൻ ലോക്ക് സാറ്റിസ്ഫാക്ഷൻ വരാവുന്ന വിധത്തിലുള്ള ഒരു പ്രായശ്ചിത്തം കൂടാതെ ദൈവം പാപം ക്ഷമിച്ചാൽ പിന്നെ ദൈവമല്ല. ദൈവം രാജ്യം നിലനിൽക്കുകയില്ല. അവന്റെ മനസ്സാക്ഷി അവനെ കുറ്റം വിധിക്കും. Where is the atonement? ഡിവൈൻ ലോയ്ക്ക് എവിടെ സാറ്റിസ്ഫാക്ഷൻ വരുത്തിയത്? അപ്പൊ എന്തുകൊണ്ടാണ് പ്രായശ്ചിത്തത്തിന്റെ ആവശ്യകത വന്നത്? ശരിക്കും മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയക്കേണ്ടി വന്നത്? ഇത് ശരിക്കും മനസ്സിലാക്കിയ നീതി ഒരു വിശ്വാസിയായി തീരും, അല്ലെങ്കിൽ നീ ഒരു വിശ്വാസിയാവില്ല. അപ്പൊ ആദ്യം മനസ്സിലാക്കണം, ജഡത്താലുള്ള ബലഹീനത എന്നിലുണ്ട്. വിശ്വാസിയായാലും അവിശ്വാസിയായാലും മനസ്സിലാക്കണം, ജഡത്താലുള്ള ബലഹീനത എന്നിലുണ്ട്. ഇതിന്റെ പ്രമാണം പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണമാണ്. ഇതെന്നെ മരണത്തിലേക്ക് നയിക്കുകയുള്ളൂ.
ഇതിനെ ഓവർകം ചെയ്യുമ്പോൾ ഒരേ ഒരു വഴിയുള്ളൂ. ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിന് പാപനിമിത്തം അയച്ചു. എന്തിനയക്കേണ്ടി വന്നത്? കരുണാസമ്പന്നനായ ദൈവമല്ലയോ? ദൈവം സ്നേഹം തന്നെയല്ലോ? അങ്ങ് ക്ഷമിച്ചുകൂടായിരുന്നോ? സ്തോത്രം. അനേകർക്ക് വിശ്വാസം കൊടുത്ത് തെറ്റിദ്ധാരണയുള്ളത് ദൈവം അങ്ങ് ക്ഷമിക്കുന്നെന്ന്. പ്രായശ്ചിത്തത്താൽ കവർ ചെയ്യപ്പെടാത്തോളം ദൈവം പാപം ക്ഷമിക്കുന്നില്ല. പാപം മറക്കുകയാണ്, അറ്റോൺമെന്റ് മുഖാന്തരം മറക്കുകയാണ് ചെയ്തത്. എന്നാൽ യൂണിവേഴ്സായിട്ട് അറ്റോൺമെന്റ് കൊണ്ടല്ല മറക്കുന്നത്, ഇൻഡിവിജ്വൽ. നീ ക്രിസ്തുവിനാൽ മറയപ്പെടാത്തോളം നിന്റെ പാപം മറന്നു കിട്ടുന്നില്ല, ക്ഷമിച്ച് കിട്ടുന്നില്ല. ദൈവം അങ്ങനെ ക്ഷമിച്ചാൽ ദൈവരാജ്യം നിലനിൽക്കയില്ല. ദൈവരാജ്യത്തടുത്ത് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ല എന്നുള്ള ബോധം കടന്നു വരും. ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ മതിയല്ലോ, ക്ഷമിക്കണമെന്ന് പറഞ്ഞല്ലോ. ഇതെല്ലാം കള്ളത്തിന്റെ സുവിശേഷങ്ങളാണ്. ദൈവം നീതി നിലനിർത്താൻ, ദൈവരാജ്യത്തിന്റെ നീതിയെ നിലനിർത്താൻ വേണ്ടിയാണ് താൻ തന്നെ മനുഷ്യനായിട്ട് അവതരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ക്ഷമിച്ചാൽ പോലായിരുന്നോ? ഇന്ന് മാനവജാതിയുടെ ഉള്ളിൽ നടക്കുന്ന പാപങ്ങളെ കണക്ക് നോക്കുമ്പോൾ ഏതും തോട്ടത്തില് ആ വൃക്ഷഫലം പറിച്ചു തന്ന ഇത്ര വലിയ കാര്യമാണോ? ഹല്ലേലൂയ. ഡിവൈൻ ലോയുടെ ഗാംഭീര്യത എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഫെലിസ്തീനെ പെട്ടകം പിടിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ബേർശേബക്കാരെ പെട്ടകത്തിലേക്കൊന്ന് നോക്കിയതേ ഉള്ളൂ. 50,070 പേര് ചത്തോടി. ഇസ്രായേല് ചോരത്തടി ആചരിച്ചവര്, അബ്രാഹാമിന്റെ സന്തതി. താൻ തന്നെ മിസ്രയീം ദേശത്ത് തന്റെ ചിറകിൽ വഹിച്ചുകൊണ്ടിരുന്നത് പോലെ ദൈവനീതിക്ക് തൃപ്തി വരുന്ന കുഞ്ഞാടിന്റെ ചോരത്തലിയുടെ അടയാളമായിരിക്കുന്ന ചോരത്തലി ആചരിച്ച തീയിൽ ചുട്ടുതാറ്റിയുടെ മാംസം പുളിയില്ലാത്ത തിന്ന് അപ്പത്തോട് കയ്പിച്ചിട്ട് കൂടെ തിന്ന ജനം, ചെങ്കടൽ കടന്ന ജനം, സീനാൽമലയില് യഹോവയുടെ തേജസ് കണ്ട ജനം, അവരോടുകൂടെ മരുവ് പ്രയാണങ്ങൾ യാത്ര ചെയ്ത ജനത്തെയാണ് 50,070 പേര് കൊന്നത്. എന്തിനാ? പെട്ടകം തുറന്നത്. പെട്ടകത്തിനകത്ത് ലോ വെച്ച് കഴിഞ്ഞാൽ തോടാൻ ഒരുത്തിന് പോലും അധികാരമില്ല, പുരോഹിതന്മാർക്ക് അധികാരമില്ല. അത് വെച്ചൊരുത്തിയിരിക്കുന്ന തണ്ട് ചുമലിൽ വെച്ച് വേണം കൊണ്ടു കടക്കാൻ. ലോ എന്ന് പറഞ്ഞാൽ അത്രയും സീരിയസ് ആണ് എന്ന് തോന്നിയത് പോലെ അമ്മാനമാടുക. ഓരോരുത്തരും അവനനുസരിച്ച പോലെ പ്രസംഗിക്കുക. അവനവൻ ഡിനോമിനേഷൻ ഇൻട്രസ്റ്റ്, വ്യക്തിപരമായ ഇൻട്രസ്റ്റ്, പോക്കറ്റിന് ഇൻട്രസ്റ്റ്, ഇതേപോലെയൊക്കെ ഇഷ്ടം പോലെ വളച്ചൊടിച്ച് പ്രസംഗിക്കുക. എന്തിനാ പ്രായശ്ചിത്തത്തിന്റെ ആവശ്യകത വന്നത്? എന്തിനാ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിന് പാപനിമിത്തം അയക്കേണ്ടി വന്നത്? നിന്റെ ഉള്ളിലിരിക്കുന്ന അല്ലെങ്കിൽ നിന്റെ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമാണ്. ഇതിന് സാറ്റിസ്ഫൈ ഇതിൽ നിന്ന് നിന്നെ രക്ഷിക്കണമെങ്കിൽ ഡിവൈൻ ലോക്ക് സാറ്റിസ്ഫാക്ഷൻ വരുത്തണം. ഡിവൈൻ ലോയാണ് നിന്റെ മേൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നീ വ്യക്തിപരമായി ചെയ്ത പാപത്തിന്റെ ശിക്ഷ ഡിവൈൻ ലോയാണ് വിധിച്ചത്, ദൈവമല്ല വിധിക്കുന്നത്. ഡിവൈൻ ലോ, ദൈവത്തിന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഡിവൈൻ ലോ. ആ ലോക്ക് സാറ്റിസ്ഫാക്ഷൻ വരുത്തോടത്തോളം ദൈവം നിന്നോട് പാപം ക്ഷമിച്ചാൽ ദൈവം കുറ്റക്കാരനായി തീരുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? പ്രായശ്ചിത്തത്തിന്റെ ആവശ്യകത, നെസസിറ്റി ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം. ദൈവം തന്റെ പുത്രനെ പാപജടത്തിന് സാദൃശ്യത്തിന് പാപനിമിത്തം അയച്ചു. എന്തിനയക്കേണ്ടി വന്നത്? ആരെയും ചോദ്യം ചെയ്യാനുണ്ടോ? സൈത്താൻ ചോദ്യം ചെയ്യുമോ? അവന്റെ മനസ്സാക്ഷി അവനെ ചോദ്യം ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഡിവൈൻ ലോയുടെ പ്രമാണത്തിന്റെ, അതുകൊണ്ടാണ് ഗലാത്യൻസ് 4:4 വായിച്ചിരിക്കുന്നത്, കാലസമ്പൂർണ്ണത ദൈവം തന്റെ പുത്രനെ സ്ത്രീ എന്നത് ജനിച്ചവനായി ന്യായ പ്രമാണത്തെ കീഴ്തിയ ജനിച്ച നിയോഗിച്ചയച്ചത്. എന്താ നിയോഗം? അറ്റോൺമെന്റ്. ദൈവം കൃപ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ച് ഡീപ്പ് സബ്ജക്റ്റാ. അപ്പൊ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിച്ചത് ജഡം എന്താണ്, അതിന്റെ ബലഹീനത എന്താണ്. ഇത് ഇങ്ങനെ കാണാപ്പടം പഠിച്ച് നമ്മൾ പോവും. ഞാനത് ഈ വാക്യം തന്നെ പല പ്രാവശ്യം 3-4 ആഴ്ച കാണാപ്പടം പഠിക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. ജഡത്താലുള്ള ബലഹീനത എന്താണ്? ഈ നമ്മളെല്ലാവരിലൂടെ ഈ പ്രസംഗിക്കുന്ന എന്നിലുണ്ട്. ഇതിനുള്ള ബലഹീനത നിമിത്തം നാം മരിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടി
ആര് വേണം? ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് അവനുമായിട്ട് ഒന്നായി ചേർന്ന് അവനുമായിട്ട് അനുസരണത്തിൽ തികഞ്ഞവരാണ് തീരണം. സ്തോത്രം. കർത്താവേ സംഭവിച്ചു പോയി, ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ക്ഷമ കിട്ടുകയില്ല. You have to come back. അതാണ് എഫേസ്യ സഭയ്ക്കുള്ള ദൂത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ, ഏതിൽ വീടിരിക്കുന്നത് ഓർത്ത് നീ തന്നെ മാനസാന്തരപ്പെടണം. നീ ഇന്ന സബ്ജക്റ്റ് വീടിരിക്കുന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിന്റെ ആദ്യ സ്നേഹം നീ ത്യജിച്ചിരിക്കുന്നു. ആദ്യ സ്നേഹം ത്യജിക്കാനുള്ള കാരണം എന്താ? സെൽഫ് എവിടെ ഉയർന്നോ? നീ ഏതിൽ വീടിരിക്കുന്നത് ഓർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അതിന്റെ സെൽഫില്ലാത്ത ആദ്യത്തെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. സ്തോത്രം. അപ്പൊ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് ജഡം എന്താണ്, അതിൻ്റെ ഉള്ള ബലഹീനത എന്താണ്, ഇത് ശരിക്കും ഓരോരുത്തർക്കും അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിന് പാപനിമിത്തം അയക്കേണ്ടി വന്നു എന്നുള്ളത് മനസ്സിലാകുകയുള്ളൂ. ഇത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഞാൻ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് പേരെ കാണുന്നുള്ളൂ. ഈ ശബ്ദം കേൾക്കുന്നവരെ കാണുന്നുണ്ടോ? നിങ്ങൾ ഏത് വിധത്തിൽ കാണുന്നുള്ളൂ നിങ്ങൾ തന്നെ അറിയുന്നു. പല പ്രാവശ്യം കേട്ടാലേ, ഞാൻ എത്രയോ പ്രാവശ്യം ഈ വചനം മെഡിറ്റേറ്റ് ചെയ്താൽ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതം അനുഭവിച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. വെറുതെ കഥ പറയല്ല, തീരെ സ്ഥാപിക്കുകയല്ല ചെയ്യുന്നത്. എക്സ്പീരിയൻസ് വളരെ സീരിയസ് ആണ്. ദൈവമായ കർത്താവ് ഈ ശബ്ദം കേൾക്കുന്ന ഒരു ജനത്തെ അനുഗ്രഹിക്കട്ടെ.